ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേറിലേക്ക് ലെറ്റ്സ് വെൽക്കം മണികണ്ഠൻ. യെസ്, വെൽക്കംടാ. താങ്ക് യു. എന്നോട് വിശേഷം? സന്തോഷം. എന്താണ് മണികണ്ഠൻ നമ്മുടെ ഐറ്റം? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, ഫിംഗർ ഡ്രംസ് എന്നാണ് ഇതിന്റെ പേര്. ഫിംഗർ ഡ്രംസ്. അതായത് ഫിംഗർ ഡ്രംസ് നമ്മുടെ വിരൽ കൊണ്ട് മ്യൂസിക് ഉണ്ടാക്കാം. ആകെ നമ്മുടെ ഈ രണ്ട് വിരൽ യൂസ് ചെയ്തിട്ട് മ്യൂസിക്, വേറെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല, ഇതുമ്മ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ വിരൽ മാത്രം യൂസ് ചെയ്തിട്ട് ശബ്ദം പറഞ്ഞത് ഇതുമേ തന്നെയാണല്ലേ? അതെ. ഓ, അത് കാണാം. അതിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് വരുന്നത്? മ്യൂസിക്കോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ അപ്പൊ ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കൈമ. അപ്പൊ താളബോധം ഉണ്ട്. നമ്മൾ ഈ ചെണ്ടമേളൊക്കെ പോകുമ്പോഴേക്കും വീട്ടിൽ വന്നിട്ട് അത് അനുകരിച്ചുകൊണ്ട് നിൽക്കുന്നു, അതായത് പാത്രത്തിലൊക്കെ അടിച്ചിട്ട്. പിന്നെയാണ് ഒരു മ്യൂസിക് ഓക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തു. ആദ്യമായിട്ട് ഞാൻ ഒരു റെക്കോർഡിന് കൊടുത്തു. ഇപ്പൊ ഒരു 2 റെക്കോർഡ് ഫിംഗർ ഡ്രംസിലുണ്ട് നിലവിൽ. ഇനി ആ ഫിംഗർ ഡ്രംസ് എന്താ ശരിക്കും പറഞ്ഞാൽ പകുതി പേർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവും ഞാൻ. ഓക്കെ, ഫസ്റ്റ് പെർഫോമൻസ്. ഭൂമി തുറന്ന് നീ അപ്പുറം പോയിടേ, വൈഡൂര്യ കൊട്ടാരം കപ്പം കെട്ടാൻ, വൈഡൂര്യ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാൻ, വഴിയില്ലാത്തോനെന്തും വീമ്പളക്കാൻ, കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പിഞ്ചാളി, നീയോ നിന്റെ പർപ്പവാശക്കാരോ ചൊല്ലട കൂത്താടി, തൊട്ടക്കാണി ദൂരം ചാടും കോഴിച്ചാത്തിന് മാനം മുട്ടാൻ മോഹം, കണസാ കുണസാ പറയാതടിവൈ കൂവേ, കണിച്ചം കണിയും തകിടം മറിയും പൂഹേ, മുറ പറയാൻ തുറ പറയാൻ കഴിയനുമുണ്ട് പൊങ്ങച്ചം, അടി പറയാൻ അവയിടാൻ മടയിൽ എത്തരം ഒരു ജഗപ മനസ്സിലുവേ മടിയിലുവേ യമതടിയാ മലമടിയാ പടിയാ മടയാ ഇടിയാ പൊടിയാ മറേ ചെറുതേ വാടാ പോടാ പോയി ചെലവിന് ചെല്ലറ വരവിന് ചെറുതെറുവേലകളിൽ വിൽക്കരയുടെ പതിനെട്ടടവും പിഴയും നേരം മുടുകും തുരിയും തലയിൽ കെട്ടുമിടാ. പടകാളി കണ്ടരി പോറ്റി മാറ്റി ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരി കഴിയണമേ, പടകാളി കണ്ടരി പോറ്റി മാറ്റി ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരി കഴിയണമേ. ഇതാണ് അപ്പൊ ഐറ്റം. അയ്യോ, അങ്ങനെയാണ് ഒരു ഉഗ്ര കൈഡി കൊടുത്തേ. ഇത് കാണുന്ന 90% ആൾക്കാർ ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ സൗണ്ട് വരാൻ പോകുന്നില്ല അല്ലേ? അതാ വരികയല്ല. ആ ചിരട്ടയൊക്കെ ഒരു അണങ്ങിയിരിക്കാൻ പറഞ്ഞേ. അല്ല, ഞാൻ ശബ്ദം വേണമെങ്കിൽ വരുത്താട്ടാ, നമുക്ക് താളത്തിൽ അടിയാൻ പറ്റില്ല. അല്ല, ഇങ്ങനെ അടിക്കാൻ വേദന എടുക്കുവോ കൈക്ക്? ആദ്യമൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ എല്ലാം പെയിൻ എടുക്കും. ഓ ശരി ശരി. ഇപ്പൊ എങ്ങനെയല്ല നമ്മുടെ ഈ വിരല് ഇതിലേക്ക് തട്ടുന്നതാണ്. താളത്തിൽ പറ്റില്ല. അതായത് ഒരു വിരൽ പോയി അടുത്ത വിരലിൽ അടിക്കണം. അതെ അതെ. ഈ 5 വിരലും ഈ 4 വിരലിന്റെ അല്ല, ഈ 2 വിരലും തമ്മിലാണ് അടി. അപ്പൊ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്തു? എങ്ങനെ ഇങ്ങനെ ഒരു സാധനം പഠിക്കാമെന്ന് തീരുമാനിച്ചു? എന്തെങ്കിലും ഒരു യുണീക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു മ്യൂസിക്കിൽ. അപ്പോ എനിക്ക് ആകെ അറിയുന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുക വിചാരിച്ചു. 2022 ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അത് പിന്നീട് 24 എത്തുമ്പോൾ അത് ഒരു വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡായി. 1 മിനിറ്റിൽ 235 സ്നാപ്പാണ് അടിച്ചത്. ഓ, 1 മിനിറ്റിൽ 235 സ്നാപ്പോ? അതായത് ഒരു 1 ഹാൻഡില് 1 മിനിറ്റിൽ 235 സ്നാപ്പ്. അങ്ങനെ കൗണ്ട് ചെയ്ത് എടുക്കാൻ പറ്റുമല്ലേ? ഇത് കണ്ട ആരെങ്കിലും കണ്ടിട്ട് ഇൻസ്പയർ ആയാണ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ ആദ്യം ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാണ്. പിന്നെ സോഷ്യൽ മീഡിയാസിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ശ്യാം വെള്ളിക്കോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടൻ. അപ്പോൾ അവരെ കണ്ട് ഇൻസ്പയർ ആയി. പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. അടിപൊളി. എങ്ങനെ ഇവിടെ എത്തി? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും വരണമെന്ന് ആഗ്രഹിച്ച ഒരു വേദിയായിരുന്നു ഇത്. ഞാൻ സ്ഥിരം പ്രേക്ഷകനാണ് ഇത് ഐറ്റം വേറെയുടെ. പക്ഷേ ഇന്നാണ് ഈ ഒരു സമയം വന്നു ചേർന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കുറെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു വേദിയിലേക്ക് വരാൻ വേണ്ടി. പക്ഷേ അതെ. അപ്പോ ഒന്നാമെന്ന് വെച്ചാൽ ഈ ഫിംഗർ ഡ്രം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവൂല. അതായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ മീഡിയസിലെങ്കിൽ ആരെങ്കിലും ഒരാൾ കാണണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇത് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന എടുക്കൂല ചിലപ്പോ എന്റെ ഈ സ്കിൽ മാത്രം. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ്റെ ഒന്നിച്ച് അവൻ പാട്ട് പാടും. അപ്പൊ ഞാൻ റിതം വായിച്ചിട്ട് ഒരു റീൽസ് ഇട്ടായിരുന്നു. അപ്പൊ അത് ആ റീൽസ് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് കോൾ വരുന്നത്. ഒറ്റയ്ക്ക് കുറെ ട്രൈ നോക്കി വരാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കൂട്ടുകാരനെയും കൂട്ടി ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ വൈറലായി. ആ വീഡിയോ കണ്ട് നമ്മൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ 2 രൂപ വാ. വിഷ്ണു വെൽക്കം ഡാ.
എവിടെ വിഷ്ണുവിന്റെ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം കാസർഗോഡില് ബദിയടുക്ക പറയുന്ന സ്ഥലമാണ്. ഞാൻ കാസർഗോഡിൽ മുളിയാർ എന്ന് പറയുന്ന സ്ഥലം. മുളിയാർ. അപ്പൊ ഒരുപാട് ദൂരെയാണോ അടുത്തടുത്താണോ? എന്റേത് ഏകദേശം ഒരു ബോർഡറാണ്, അതായത് കർണാടക പിന്നെ കേരളത്തിന്റെ ഒരു ബോർഡർ. അതുകൊണ്ട് എന്റെ മദർ ടങ്ക് കന്നഡയാണ്. അടിപൊളി. എന്നാ പിന്നെ നമുക്കൊരു ഐറ്റം കാണാം. പെർഫോമൻസ്. വിഷു പാടുന്നു, പിന്നെ വായിക്കുന്നു. ഓക്കെ. മറ്റേ മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലാള നീലരാത്രി കുന്നിനുമേലെ കുറുകി നടക്കും മാടപ്രാവുകളെ വെള്ളിപ്പറവകഴി വഴിപാറി പാറി വരുന്നുണ്ടേ. മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ പൂമുറ്റത്തു പൂപ്പന്തൽ പന്തൽ മേഞ്ഞ മൂവന്തി മുത്തും കോത്തു നിൽപ്പുണ്ടേ പൂവാൽ പൂങ്കുയിൽ വേണം നല്ലൊരാനന്ദം കേൾക്കാം നല്ല കച്ചേരി പാടാൻ വന്നതാരോ പൂവാൽ പൂങ്കുയിൽ ആടാൻ വരുമോ അടിവാൽ മയിലേ തകിലും കുഴലും തരുമോ നീ തുള്ളി തുള്ളി പാറി നടക്കും വെള്ളിപ്പറവകളെ തൊട്ടാവാടി പാടി വറക്കും വെള്ളിപ്പറവകളെ മാരിവില്ലിൻ ഗോപുരങ്ങൾ വെണ്ണിലാവാൽ മച്ചകങ്ങൾ മോടിക്കൂട്ടാൻ മേടസൂര്യൻ കാവലാള നീലരാത്രി. അടിപൊളി. മണികണ്ഠൻ നല്ല ഹാപ്പി ആയിട്ടാണ് ചെയ്യണല്ലേ. അതാ സന്തോഷം, ആ ചിരിച്ച്. കാരണം ഇത് ഭയങ്കര സ്ട്രെയിനുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം, പക്ഷെ അത് ഭയങ്കര സന്തോഷം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആഗ്രഹമുള്ള സാധനം നമ്മൾ ചെയ്യുന്ന പോലെ, നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയ പോലെ എല്ലാ സന്തോഷവും ഉണ്ട് കേട്ടോ മണികണ്ഠന്റെ ഫേസിൽ. അതുപോലെ വിഷ്ണുവിന്റെ നല്ല ശബ്ദം ശബ്ദം. ഈ സ്റ്റേജ് ആർട്ടിസ്റ്റുകളോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എൻജോയ് ചെയ്യാൻ പറയും. പാടാനാണെങ്കിലും ഡാൻസ് ചെയ്യാനാണെങ്കിലും സ്കിറ്റ് ചെയ്യാനാണെങ്കിലും എൻജോയ് ചെയ്ത്. അങ്ങനെ ഒരാളെ നമ്മളിവിടെ കണ്ടു. വിഷ്ണുവിന്റെ ഒരു സോങ് തനിയെ കേൾക്കാൻ ആഗ്രഹം. ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാടിട്ടോ. തൊട്ടാൽ വീരിയുന്ന പെൺപൂവേ വീരൽ തൊട്ടാൽ വീരിയുന്ന പെൺപൂവേ കുളിർ മഞ്ചിൽ കൂറുകുന്ന വെൺപ്രാവേ ഒന്നു കണ്ടോട്ടെ ഞാൻ മെയിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കെന്തഴകാനഴകേ നിറവാർ മഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ വീരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ. നെഞ്ചിൽ തഞ്ചി നിന്റെ കൊഞ്ചൽ നാദം പാടും പാട്ടിന്റെ പഞ്ചാമൃതം കണ്ണിൽ മിന്നി കനൽ മിന്നൽ നാളം
ആരും കാണാത്ത ദീപാങ്കുരം നിന്നോടു മിണ്ടാൻ നിന്നെ തലോടാൻ ചുണ്ടോടു ചുണ്ടിൽ തേനുണ്ടു പാടാൻ മോഹിച്ചു നിൽപ്പാണു ഞാൻ നിനക്കിന്തഴകാനഴകേ നിലവാർ മഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ ഏതോ ശൃംഗാര സല്ലാപങ്ങൾ പിന്നിൽ ചിന്നും നൂറുവെൺ താരങ്ങൾ നിന്റെ കൺകോണിൽ മുത്തം വച്ചു ആരും മയങ്ങും മാവാരപ്പൂവേ ആരോരുമാരെ നീ കാത്തു നിൽപ്പു നീ എൻ്റെ നീലാംബരി നിനക്കിന്തഴകാനഴകേ നിലവിൽ വിരിയും നിലവേ നിലവിൽ വിരിയും നിലവേ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവേ കുളിർ മഞ്ചിൽ കുറുകുന്ന വെൺപ്രാവേ ഒന്നു കണ്ടോട്ടെ ഞാൻ മെയിൽ തൊട്ടോട്ടെ ഞാൻ നിനക്കിന്തഴകാനഴകേ നിറവാർ മഴവിൽ ചിറകേ നിലവിൽ വിരിയും നിലവേ വിഷ്ണു അടിപൊളി. വിഷ്ണുവിനൊരു നല്ല കൈയടി ആവാം. കിടിലൻ.